നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുച്ചിറപ്പള്ളിയിൽ നിന്നും വരുന്ന ഒരു വാർത്തയിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അതായത് ഒരു നവവധുവിന്റെ മുന്നിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തു. കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ സകലർക്കും നടുക്കം. എന്താണ് സംഭവിച്ചത്? തിരുച്ചിറപ്പള്ളി മെയിൻ റോഡിൽ രാമനാഥപുരത്ത് ഫ്ളാറ്റിൽ വയോധിക കൊല്ലപ്പെട്ട സംഭവത്തിൽ നവവരൻ അറസ്റ്റിൽ. തഞ്ചാവൂർ മാത്തൂർ അയ്യനാർ കോവിൽ തെരുവിൽ സ്വദേശി പി രഞ്ജിത്ത് കുമാർ എന്ന 24-കാരനാണ് അറസ്റ്റിലായിരിക്കുന്നത്. കോയമ്പത്തൂർ സിറ്റി പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ഭാര്യയുമായി ടൂർ പോകുന്നതിനിടെയാണ് ഈ പ്രതിയെ പോലീസ് പിടികൂടിയത്. രാമേശ്വരത്താണ് പോലീസ് രഞ്ജിത്തിനെ വളഞ്ഞിട്ട് പിടികൂടിയത്. ഇക്കഴിഞ്ഞ 3-ാം തീയതി രാവിലെയാണ് സുങ്കത്തിന് സമീപം അപ്പാർട്ട്മെന്റിൽ തനിച്ച് താമസിച്ചിരുന്ന ടി ഗോമതി എന്ന 69-കാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ സംഭവത്തിലാണ് ഇപ്പോൾ ഈ വ്യക്തി, അതായത് രഞ്ജിത്ത് കുമാർ, അറസ്റ്റിലായിരിക്കുന്നത്. അമ്മയെ കണ്ണാശുപത്രിയിൽ കാണിക്കാനായി വിദേശത്ത് നിന്ന് മകളെത്തി വാതിൽ തുറന്നപ്പോൾ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു അമ്മയെ. കഴുത്തിലുണ്ടായിരുന്ന 2.5 പവന്റെ മാല കാണാനില്ലായിരുന്നു. 4 പ്രത്യേക അന്വേഷണ സംഘങ്ങൾ തിരിഞ്ഞ് അന്വേഷിക്കുകയായിരുന്നു. ഒടുവിലാണ് ഈ പ്രതിയിലേക്ക്, രഞ്ജിത്ത് കുമാർ എന്ന പ്രതിയിലേക്ക് അന്വേഷണ സംഘം എത്തിയത്. 3 മാസം മുൻപ് വിവാഹിതനായ രഞ്ജിത്ത് ഇസ്തിരി തൊഴിലാളിയാണ്. പ്രദേശത്തെ അപ്പാർട്ട്മെന്റുകളിൽ നേരിട്ടെത്തി തുണികൾ വാങ്ങി അലക്കി ഇസ്തിരിയിട്ട് നൽകും. അതിന്റെ പരിചയത്തിലാണ് ഇയാൾ ഫ്ളാറ്റിലേക്ക് എത്തുന്നത്. പ്രതി ഭാര്യയുമായി രാമനാഥപുരത്ത് 80 അടി റോഡിലാണ് താമസിക്കുന്നത്. 2-ാം തീയതി വൈകിട്ട് തുണി തിരിച്ചു നൽകാനായി, അതായത് ഇസ്തിരി ഇടാൻ കൊടുത്ത് തുണി തിരിച്ചു നൽകാനായി ഫ്ളാറ്റിൽ ഇയാൾ എത്തുന്നു. അതിനുശേഷം മാല കവരാൻ ഇയാൾ ശ്രമിക്കുന്നു. ഈ മാല അയാളുടെ കണ്ണിൽ പെടുന്നു. അത് കവരാൻ ശ്രമിക്കുന്നു. ഇതിനിടെ ഒച്ചയുണ്ടാക്കിയതിനെ തുടർന്നാണ് കൊലപ്പെടുത്തിയത്. ആ വയോധികയെ പ്രതി മൊഴി നൽകിയിട്ടുണ്ട് പോലീസിന്. വിവാഹം കഴിഞ്ഞ ശേഷം ഭാര്യയുമായി ടൂർ പോകാൻ സാധിക്കാത്തതിനെ തുടർന്നാണ് മാല കവർന്നത്. അതായത് മാല കവർന്ന് അത് വിറ്റ് ആ പൈസ കൊണ്ട് ടൂർ പോകാം എന്ന ആഗ്രഹമായിരുന്നു ആ മനുഷ്യനുണ്ടായിരുന്നത്. പക്ഷെ അതൊരു കൊലപാതകത്തിലേക്ക് അയാളെ നയിച്ചിരിക്കുന്നു എന്നതാണ്. 2 ലക്ഷം രൂപയ്ക്ക് പണയം വെച്ച് യാത്ര പോയി. മരിച്ച ഗോമതിയുടെ ഭർത്താവ് മുൻ രജിസ്ട്രാറാണ് തങ്കരാജ്. 10 വർഷം മുമ്പ് മരിച്ചു. ഇതിനുശേഷം ഗോമതി തനിച്ചായിരുന്നു താമസം. 2 മക്കളും വിദേശത്തായിരുന്നു. എന്തായാലും വളരെ നടക്കുന്ന സംഭവമാണ് ഉണ്ടായത്. സ്വന്തം ഭാര്യയ്ക്കൊപ്പം ടൂർ പോകാൻ വേണ്ടി മാല മോഷ്ടിക്കുന്നു. പക്ഷെ ഉച്ചയുണ്ടാക്കിയതിനെ തുടർന്ന് കൊലപാതകത്തിലേക്ക് നയിക്കപ്പെടുന്ന സാഹചര്യങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഇനി നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോവുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തണ്ണിമത്തൻ കഴിച്ച ഒരു കുടുംബത്തിലെ 4 പേർ മരിച്ചു എന്ന വാർത്ത, പിന്നാലെ അതിൻ്റെ സത്യാവസ്ഥകൾ പുറത്തേക്ക് വരികയുണ്ടായി. തണ്ണിമത്തൻ കഴിച്ചതല്ല, മറിച്ച് അവരുടെ ഉള്ളിൽ ഒരു വിഷാംശം കണ്ടെത്തിയിട്ടുണ്ട് എന്നതടക്കമുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ആ വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി, ഏറ്റവും പുതിയ വിവരവും കൂടി നമ്മൾ നോക്കാൻ പോവുകയാണ്. വിശദമായി നോക്കാം. ഈ ഒരു സംഭവം ഫോറൻസിക് പരിശോധനയിൽ ചില കാര്യങ്ങൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഈ 4 പേരുടെ മരണത്തിന് കാരണമായത് തണ്ണിമത്തൻ കാരണമുള്ള ഭക്ഷ്യവിഷബാധയല്ല എന്നത് നേരത്തെ തന്നെ വന്ന വിവരമാണ്. വിഷമുള്ളിൽ ചെന്നാണെന്ന് ഫോറൻസിക് പരിശോധനയിൽ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. മരിച്ചവരുടെ ശരീരത്തിലും അവർ കഴിച്ച പഴത്തിന്റെ സാമ്പിളുകളിലും എലി വിഷമായി ഉപയോഗിക്കുന്ന മാരകമായ വിഷാംശത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുകയാണ്. അവരുടെ ശരീരത്തിൽ മാത്രമല്ല, ഈ തണ്ണിമത്തനിലും അത് കണ്ടെത്തിയിരിക്കുന്നു എന്നതാണ്. അപ്പോൾ അബദ്ധത്തിൽ അത് സംഭവിച്ചതാണോ, മനഃപൂർവ്വം ഇവരെ അപായപ്പെടുത്താൻ ആരെങ്കിലും ഇതിങ്ങനെ ചെയ്തതാണോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. പോസ്റ്റ്മോർട്ടത്തിൽ ഈ മരിച്ചവരുടെ ആന്തരിക അവയവങ്ങൾക്ക് പച്ച നിറം ബാധിച്ചതായി കണ്ടെത്തിയത് കേസിൽ വലിയ വഴിത്തിരിവായി മാറിയിരുന്നു. എലി വിഷയത്തിൽ ഉപയോഗിക്കുന്ന രാസപദാർത്ഥമായ സിങ്ക് ഫോസ്ഫൈറ്റ് ആണ് മരണകാരണമെന്ന് ഫോറൻസിക് പരിശോധനകൾ വ്യക്തമാക്കിയിരുന്നു. കുടുംബം കഴിച്ച തണ്ണിമത്തിന്റെ സാമ്പിളുകളിലും ഈ രാസവസ്തു കണ്ടെത്തിയിരുന്നു. ഈ വിഷാംശം അബദ്ധത്തിൽ പഴത്തിൽ കലർന്നതാണോ അതോ ആരെങ്കിലും മനഃപൂർവ്വം കുത്തിവെച്ചതാണോ എന്നതടക്കമുള്ള അന്വേഷണമാണ് ഉദ്യോഗസ്ഥർ നടത്തിയത്. കൃത്യമായി പരിശോധിച്ചിട്ടുണ്ട്. എന്തായാലും അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇവരൊരു വിരുന്ന് നടത്തിയിരുന്നു വീട്ടിൽ. ആ വിരുന്നിൽ വെച്ചാണ് അവർ ഇത്തരത്തിൽ തണ്ണിമത്തൻ കഴിച്ചതും അതിനുശേഷമാണ് മരണം സംഭവിച്ചതും. അപ്പോൾ ഈ തണ്ണിമത്തൻ ആരാണ് വിഷം കലർത്തിയത് എന്ന ചോദ്യം ഉയരുകയാണ്. അതിഥികളുടെ, ഈ ഒരു വിരുന്നിൽ പങ്കെടുത്ത അതിഥികളുടെയൊക്കെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഈ അതിഥികൾ പുലാവ് കഴിച്ചിരുന്നെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കൊല്ലപ്പെട്ടത് അബ്ദുള്ള ഡൊക്കാഡിയ 45 വയസ്സുകാരൻ, ഭാര്യ നസ്രീൻ 35 വയസ്സ്, മക്കളായ സൈനബ് 13 വയസ്സ്, ആയിഷ 16 വയസ്സ് എന്നിവരാണ് മരിച്ചത്. ഇവിടെ ബന്ധുക്കൾക്കായി മുംബൈയിലെ വീട്ടിൽ അത്താഴ വിരുന്നൊരുക്കി മട്ടൻ പുലാവ് വിളമ്പിയിരുന്നു. ബന്ധുക്കൾ പോയതിനു ശേഷം പുലർച്ചെ 1 മണിയോടെയാണ് കുടുംബം തണ്ണിമത്തൻ കഴിച്ചതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പുലർച്ചെ 5 മണിയോടെ എല്ലാവർക്കും കടുത്ത
സമയത്ത് ഛർദിയും വയറിളക്കവും അനുഭവപ്പെടുകയായിരുന്നു. മണിക്കൂറുകൾക്കുള്ളിൽ മരണവും സംഭവിച്ചു. അപ്പോൾ ഇപ്പോൾ ഏറ്റവും പുതിയ കണ്ടെത്തലുകൾ, ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് എലിവിഷത്തിൻ്റെ ഒരു അംശം ഇവരുടെ ശരീരത്തിലും അതേപോലെ തന്നെ തണ്ണിമത്തലിലും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ അതിലേക്ക് എത്തി, അല്ലെങ്കിൽ എങ്ങനെ എലിവിഷത്തിൻ്റെ അംശങ്ങൾ ഇവിടെ എത്തി എന്നതാണ്, തണ്ണിമത്തലിൽ എത്തി എന്നതാണ്, അത് കഴിച്ചാണ് അവരുടെ ശരീരത്തിലേക്കും പോകുന്നത്. അപ്പോൾ എങ്ങനെ അത് സംഭവിച്ചു എന്ന ചോദ്യമാണ് ഉയരുന്നത്. അതിനുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. നിർണായകമായ കണ്ടെത്തൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. മനഃപൂർവ്വം അപായപ്പെടുത്തിയതാണോ എന്ന ചോദ്യമാണ് നിലവിൽ ഉയരുന്നത്. അത്തരത്തിൽ മനഃപൂർവ്വം അപായപ്പെടുത്തിയെങ്കിൽ അത് ആരാണ്, എന്തായിരുന്നു അവരുടെ ലക്ഷ്യം, അതോ ആത്മഹത്യയാണോ? ചോദ്യം രണ്ടെണ്ണം നിൽക്കുന്നുണ്ട്. എന്തായാലും അന്വേഷണത്തിൽ നിന്നും അതുപോലെ തന്നെ കൂടുതൽ അന്വേഷണ സംഘം കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കും. അതിൽ നിന്ന് മാത്രമേ മറ്റ് വിവരങ്ങളിലേക്ക് നമുക്ക് കടക്കാനാവുകയുള്ളൂ. കഴിഞ്ഞ മാസമാണ് ഭർത്താവും ഭാര്യയും 2 പെൺമക്കളും അടങ്ങുന്ന കുടുംബം ഭക്ഷ്യവിഷബാധയേറ്റ് മരിച്ചത്. കേസ് അന്വേഷണമൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മരണങ്ങളെക്കുറിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഭക്ഷണത്തിൻ്റെ ശരീര സാമ്പിളുകളുടെയും പരിശോധനയ്ക്കായി ശേഖരിച്ചിരുന്നു. അതുമാത്രമല്ല, കഴിഞ്ഞ മാസം പുറത്തിറക്കിയ സ്വയം റെക്കോർഡ് ചെയ്തൊരു വീഡിയോ ഉണ്ട്. ഇവർ പുറത്തിറക്കിയൊരു വീഡിയോ. ആ വീഡിയോയിൽ ഏപ്രിൽ 25-ന് കുടുംബം അവരുടെ വസതിയിൽ ബന്ധുക്കളെ ഭക്ഷണത്തിന് ക്ഷണിച്ചിരുന്നു. രാത്രി 10-10:30 ഭക്ഷണം കഴിച്ച ശേഷം ബന്ധുക്കൾ പോയി. രാത്രി 11:30 കുടുംബം തണ്ണിമത്തൻ കഴിച്ചത്. പുലർച്ചെ 5-6 മണിയോടെ അവർക്ക് ഛർദിയും വയറിളക്കവും അനുഭവപ്പെടാൻ തുടങ്ങി. അവർ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു. ഇവരിൽ ബാക്ടീരിയ അണുബാധ കണ്ടെത്തിയിട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന പ്രാഥമിക റിപ്പോർട്ട് JJ ആശുപത്രിയിലെ മൈക്രോബയോളജി വിഭാഗം പോലീസിന് സമർപ്പിച്ചിരുന്നു. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇരകളുടെ ശരീരത്തിൽ ഇതുവരെ ഒരു ബാക്ടീരിയ അണുബാധയും കണ്ടെത്തിയിട്ടില്ല. അവരുടെ രക്തത്തിൽ ബാക്ടീരിയയും കണ്ടെത്തിയിട്ടില്ല. ഫോറൻസിക് സയൻസ് ലബോറട്ടറി അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷമേ മരണകാരണം കൃത്യമായി നിർണ്ണയിക്കുമെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും മരണകാരണം എലിവിഷമാണ് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ കുടുംബാംഗങ്ങൾ കഴിച്ച എന്തെങ്കിലും ഭക്ഷണത്തിൽ വിഷാംശം അടങ്ങിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുമോ എന്ന് അധികൃതർ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. എന്നാൽ പരിശോധനയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എലിവിഷയുടെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. തണ്ണിമത്തലിൽ എലിവിഷമുണ്ട് എന്നാണ്. എന്തായാലും ഫോറൻസിക് പരിശോധനയിൽ 4 പേര് മരിച്ചത് മാരകമായ ഒരു എലിവിഷം അകത്ത് ചെന്നത് മൂലമാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. മരിച്ചവരുടെ ശരീരത്തിലും അവർ കഴിച്ച പഴങ്ങളുടെ സാമ്പിളുകളും എലികളെ കൊല്ലാൻ ഉപയോഗിക്കുന്ന വിഷവസ്തുവിന്റെ അംശം അധികൃതർ കണ്ടെത്തി. പോസ്റ്റ്മോർട്ടത്തിൽ ആന്തരിക അവയവങ്ങളിൽ പച്ച നിറം കണ്ടെത്തിയതായി റിപ്പോർട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ നിർണായകമായ കണ്ടെത്തലുകളിലും നിഗമനങ്ങൾക്ക് ശേഷം ദിവസങ്ങൾ പിന്നിട്ടപ്പോഴാണ് കേസിൽ വലിയ വഴിത്തിരിവ് സമ്മാനിച്ചുകൊണ്ട് എലിവിഷം എന്നൊരു ഫാക്ട് കൂടി ഇതിലുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രാഥമിക ഫോറൻസിക് പരിശോധനയിൽ തലച്ചോറ്, ഹൃദയം, കുടൽ എന്നിവയുൾപ്പെടെ ചില അവയവങ്ങൾ പച്ച നിറമായി മാറിയിരുന്നു. വിഷബാധ ഉണ്ടാകുമ്പോഴാണ് ഇത് സംഭവിക്കാറുള്ളത്. അബ്ദുള്ള ദോക്കാദിയായുടെ ശരീരത്തിൽ ശക്തമായ വേദന സംഹാരിയായ മോർഫിനും കണ്ടെത്തിയിരുന്നു. ഇത് എന്തുകൊണ്ടാണെന്ന് വ്യക്തമായിട്ടില്ല. മാത്രമല്ല, മെഡിക്കൽ ഹിസ്റ്ററിയും അടക്കമുള്ളവ പരിശോധിച്ച് കാരണം കണ്ടെത്താനുള്ള ശ്രമം അന്വേഷണ ഉദ്യോഗസ്ഥർ നടത്തിയിരുന്നു. സംശയാസ്പദമായ മറ്റെന്തെങ്കിലും കാരണം ഇതിലുണ്ടോ എന്ന് അന്വേഷണ സംഘം അന്വേഷിക്കുന്നുണ്ട്. നിലവിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്താണ് അന്വേഷണം പുരോഗമിക്കുന്നത്. രാത്രിയിൽ വീട്ടിലെത്തിയ എല്ലാ അതിഥികളുടെയും മൊഴികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അബ്ദുള്ളയുടെ ശരീരത്തിൽ നേരത്തെ മോർഫിൻ അംശവും കണ്ടെത്തിയിരുന്നു. അബദ്ധവശാൽ സംഭവിച്ചതാണോ അതോ കുടുംബത്തിന്റെ മരണത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്ന സംശയം അപ്പോൾ തന്നെ ശക്തമായതാണ്. തണ്ണിമത്തൻ കഴിച്ചത് കാരണമാണ് കുടുംബം മരിച്ചതെന്ന് കണ്ടെത്താനായിട്ടില്ല എന്ന് മഹാരാഷ്ട്ര ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ വ്യക്തമാക്കുകയുണ്ടായി. എന്തായാലും ഈ ദമ്പതികളുടെ മരണത്തിന് പിന്നാലെ, അല്ലെങ്കിൽ ഈ ഒരു കുടുംബത്തിന്റെ മരണത്തിന് പിന്നാലെ അവിടുത്തെ ആ പ്രദേശത്തെ വിപണികളിൽ നിന്ന് തണ്ണിമത്തൻ അപ്രത്യക്ഷമാകുന്ന സാഹചര്യമുണ്ടായി. 4 പേരെ മരണത്തിലേക്ക് നയിച്ചത് തണ്ണിമത്തൻ കഴിച്ചത് മൂലമുണ്ടായ അണുബാധയാണെന്ന തരത്തിൽ വാർത്തകൾ വന്നതോടെ തണ്ണിമത്തന്റെ വിൽപ്പനയിൽ സാരമായ ഇടിവ് സംഭവിച്ചിരുന്നു. ഈ ദുരൂഹമായ കൂട്ടമരണത്തിന് ശേഷം പൈതുനിയിലെ മാർക്കറ്റുകളിൽ നിന്ന് തണ്ണിമത്തൻ വിൽപ്പനക്കാർ കൂട്ടത്തോടെ അപ്രത്യക്ഷമായി. 4 പേരുടെ മരണം ദക്ഷിണ മുംബൈയുടെ പല ഭാഗങ്ങളിലും പരിഭ്രാന്തി പടർത്തുകയുണ്ടായി. ഇതിന്റെ പ്രത്യാഘാതങ്ങൾ പ്രാദേശിക വിപണികളിൽ ദൃശ്യമായിരുന്നു. ഇവരുടെ മരണകാരണം തണ്ണിമത്തനാണെന്ന സംശയം ഉയർന്നതോടെയാണ് സാമ്പിളുകൾ ശേഖരിക്കാനായി FDA ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയപ്പോൾ വിപണിയിൽ ഒരിടത്തും തണ്ണിമത്തൻ കണ്ടെത്താൻ സാധിച്ചില്ല. മാത്രമല്ല, കടകൾ അടച്ച് വിൽപ്പനക്കാർ മുങ്ങുന്ന സാഹചര്യമുണ്ടായി. അത്രത്തോളം ഭയം അവരെ വേട്ടയാടുകയും ചെയ്തു. എന്തായാലും വിചിത്രമായൊരു കേസായിരുന്നു. ആദ്യം തണ്ണിമത്തൻ കഴിച്ച കാരണമാണ് മരണം സംഭവിച്ചതെന്ന റിപ്പോർട്ട്, സംശയം, അതിൻ്റെ പരിഭ്രാന്തിയൊക്കെ ശക്തമാകുന്നതിനിടയിൽ പിന്നീട് അത് അങ്ങനെയല്ല, മറ്റെന്തോ സംഭവിച്ചു എന്ന് ഇപ്പോൾ ഇതാ എലിവിഷമാണ് ഇവരുടെ ഉള്ളിൽ ചെന്നിരിക്കുന്നത് എന്ന കണ്ടെത്തലുണ്ടായിരിക്കുന്നു. പ്രാഥമികമായിട്ടുള്ള ചില നിഗമനങ്ങൾ അതിനുശേഷമാണ് അന്വേഷണത്തിലും പിന്നീടുള്ള ടെസ്റ്റുകളുടെ റിസൾട്ടിലൂടെയാണ് യഥാർത്ഥ കാരണത്തിലേക്ക് എത്താൻ സാധിക്കുന്നത്. എന്തായാലും ഇപ്പോൾ യഥാർത്ഥ കാരണം, അതായത് ഫോറൻസിക് പരിശോധനയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാരകമായ ഒരു എലിവിഷം പോലത്തുള്ള ഒരു വിഷം ഇവരുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് എന്നാണ് ഇനി അന്വേഷിച്ച് കണ്ടെത്തേണ്ടത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.